സെയിൽസിലൂടെ എങ്ങനെ ഒരു $1 മില്യൺ സെയിൽസ്മാൻ ആകാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സെയിൽസിൽ വിജയിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് സെയിൽസിൽ വിജയിക്കാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണ് സെയിൽസിൽ വലിയ വിജയം നേടാൻ പലർക്കും കഴിയാത്തത്? ഒന്നാമത്തത് മൈൻഡ് സെറ്റാണ്. ഒരു ജോലി ചെയ്യുന്ന ആളുടെ ചെറിയ മൈൻഡ് സെറ്റുമായിട്ട് സെയിൽസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. സെയിൽസിൽ വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു $1 മില്യൺ മെൻ്റൽ ബ്ലൂ പ്രിൻ്റാണ്. നിങ്ങളെ സെയിൽസിൽ വലിയ വിജയം നേടാൻ സഹായിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ മെൻ്റൽ ബ്ലൂ പ്രിൻ്റ് സെയിൽസിന് വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽസിൽ വിജയിക്കാൻ പറ്റൂ. രണ്ടാമത്തത് സെയിൽസ് എങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലായ്മയാണ്. പലപ്പോഴും ഒരു സെയിൽസ്മാന് കിട്ടുന്ന പരിശീലനം എന്ന് പറയുന്നത് തൻ്റെ സീനിയർ ആയിട്ടുള്ള ആളോ തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളോ കാണിച്ചു തരുന്ന എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ഉള്ളത്. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അതിലൂടെ ചെയ്യുകയാണ്. പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറോട് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതൊന്നും പലർക്കും അറിയില്ല. കസ്റ്റമർ പലപ്പോഴും പറയും എനിക്ക് വേണ്ട, ഇത് വില കൂടുതലാണ്, എനിക്ക് താല്പര്യമില്ല, ഇപ്പോൾ പൊക്കോളും, ഞാൻ വിളിക്കാം തുടങ്ങി വേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള പല ഒബ്ജക്ഷനുകളും പറയും. ഈ സമയത്ത് ഓരോന്നും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സയൻറ്റിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു മീറ്റിംഗ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ സെയിൽസ് കസ്റ്റമറുടെ പിന്നാലെ രാവും പകലും ഓടും, ഫോളോ അപ്പ് ചെയ്യും, പക്ഷേ ക്ലോസിങ് മാത്രം നടക്കില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? സെയിൽസിനെ കുറിച്ച് എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ടൊരു കസ്റ്റമറെ ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. മൂന്നാമത്തെ സെയിൽസിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ലീഡർഷിപ്പ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്. പല സെയിൽസ്മാരും ഇൻഡിവിജ്വൽ ആയിട്ട് നന്നായിട്ട് ചെയ്യും, നല്ല രീതിയിൽ രാവും പകലും ഓടി നടന്ന് കഷ്ടപ്പെട്ട് ബിസിനസ് ഒക്കെ ചെയ്യും. പക്ഷേ അവരുടെ കീഴൊരു ടീം ബിൽഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റിയുള്ള ടീം ബിൽഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിയില്ല. ടീം ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്കും ആ ടീം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വേറെ പല ഇടത്തേക്കും ആ ടീം കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ ടീം ബിൽഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് ലീഡർഷിപ്പ് കഴിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ലീഡർഷിപ്പ് കഴിവിൻ്റെ പരിധി വരെ മാത്രമേ സെയിൽസിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു നല്ല സെയിൽസ്മാൻ ആവണമെങ്കിൽ നിങ്ങളുടെ കീഴിൽ നിങ്ങളെക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെയിൽസിൽ വിജയിക്കാൻ പറ്റില്ല. സെയിൽസിൻ്റെ എഫേർട്ടിൻ്റെ ലിവറേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ അടുത്ത പ്രശ്നമാണ് കംഫർട്ട് സോണിൽ കുരുങ്ങിക്കിടക്കാൻ. സെയിൽസിൽ ആദ്യം കുറേ കഷ്ടപ്പെടും, ഒരു തരക്കേടില്ലാത്ത സക്സസ് ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ആ സക്സസിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ വരുമാനം ഉണ്ടാക്കും വർഷത്തിൽ, പക്ഷേ അതിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെ കുടുങ്ങിക്കിടക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കുരുക്കിയിടുന്ന കുറേ ഹാബിറ്റുകളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റുകളിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന, ആ കംഫർട്ട് സോണിൽ കുരുങ്ങിക്കിടക്കുന്ന, എത്ര ശ്രമിച്ചിട്ടും പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ കുരുങ്ങിക്കിടക്കുന്നതാണ് പ്രശ്നം. അടുത്തൊരു പ്രശ്നമാണ് സെയിൽസ്മാൻ പരാജയപ്പെടുന്നതിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതും പല സെയിൽസ്മാൻമാരുടെയും ജീവിതം പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന വ്യക്തിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നമോ ഈ എല്ലാ പ്രശ്നവും ഉള്ളൊരു സെയിൽസ്മാൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന $1 മില്യൺ സെയിൽസ് കോച്ചിങ് ബെഞ്ചാലി അക്കാഡമിയുടെ നേതൃത്വത്തിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഫീൽഡ് സെയിൽസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സെയിൽസിൻ്റെ വിവിധ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് കോച്ചിങ് പ്രോഗ്രാമാണ് $1 മില്യൺ സെയിൽസ് കോച്ചിങ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് റീവർക്ക് ചെയ്ത് ഒരു $1 മില്യൺ മൈൻഡ് സെറ്റ് 1 വർഷം കൊണ്ട് നിങ്ങളിൽ ഉണ്ടാക്കി, നിങ്ങളുടെ റോങ് ബിലീഫ്സ്, നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ് മെൻ്റൽ ബ്ലൂ പ്രിൻറ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒരു $1 മില്യൺ മൈൻഡ് സെറ്റാക്കി മാറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ എങ്ങനെ സെല്ല് ചെയ്യണം, എങ്ങനെ ഒരു കസ്റ്റമർ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കണം, എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, വേണ്ടെന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സെയിൽസിനെ കുറിച്ച് A to Z സയൻറ്റിഫിക് ആയിട്ട് പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വോള്യൂം സെയിൽ ചെയ്യാൻ പറ്റുക,
എന്നതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള എഫക്റ്റീവ് പ്രോഗ്രാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് കോച്ചിങ്, ടീമിനെ ബിൽഡ് ചെയ്ത് നൂറുകണക്കിന് ആളുകളുടെ നിങ്ങളുടെ കൂടെ വളർത്തി വലുതാക്കി നിങ്ങളെക്കാൾ മികച്ച സെയിൽ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി അവരുടെ എഫേർട്ടിൻ്റെയും അവരുടെ സക്സസിൻ്റെയും ലിവറേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ മികച്ച ലീഡർ ആവേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ചെടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന കംഫർട്ട് സോൺ, ബാഡ് ഹാബിറ്റ്സ് ഇതെന്താണെന്ന് ഇൻ്ററാക്ഷനിലൂടെ പേഴ്സണൽ കോച്ചിങ്ങിലൂടെ കണ്ടെത്തി ആ ബാഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് സൂപ്പർ സക്സസ്സിലേക്ക് നിങ്ങളെ കുതിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ പഠിപ്പിച്ച് ഒരു വർഷം കൊണ്ട് നിങ്ങളെ സൂപ്പർ സക്സസ്ഫുൾ സെയിൽസ്മാൻ ആക്കി $1 മില്യൺ സെയിൽസ്മാൻ ആയിത്തീരാൻ സഹായിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന, ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന, റെഫറൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബെഞ്ചാലി അക്കാഡമിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോഴ്സാണ് $1 മില്യൺ സെയിൽസ് കോച്ചിങ്. ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി. വളരെ കുറഞ്ഞ ഫീസോട് കൂടി തന്നെ ഹൈ വാല്യൂ ഉള്ള ഈ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഫീൽഡ് സെയിൽസ് തുടങ്ങി സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണിത്. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ സെയിൽസ് കോച്ചിങ്, $1 മില്യൺ സെയിൽസ് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. ദിസ് ഇസ് മീ, കസാക് ബെഞ്ചാലി, $1 മില്യൺ സെയിൽസ് കോച്ച്.